ചെറിയ കുട്ടികൾക്കുള്ള ബുക്കുകളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ് വഴി കാണിക്കുക എന്നുള്ളത്. അതായത് നമ്മൾ ഒരിടത്തു നിന്ന് തുടങ്ങുന്നു, ശരിയായ വഴിയിലൂടെ നമ്മൾ മുന്നോട്ട് പോയാൽ നമ്മൾ അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു ഡെസ്റ്റിനേഷനിലെത്തും. നമ്മൾ ആദ്യം ഒരു വഴി കണ്ട് അതാണ് ശരിയായ വഴി എന്ന് വിചാരിച്ച് അതിലൂടെ മുൻപോട്ട് പോയി കുറച്ച് കഴിയുമ്പോഴായിരിക്കും അവിടെ ഒരു ക്രോസ് ബാർ കാണുന്നത്. അതായത് ആ വഴിയിലൂടെ നമുക്കിനി മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ വഴി തെറ്റിപ്പോയി എന്ന് മനസ്സിലാക്കി നമ്മൾ ശ്രദ്ധിച്ച് നോക്കി ശരിയായ വഴി ഏതാണ് എന്ന് കണ്ടെത്തി അതിലൂടെ പോയി നമ്മൾ പറഞ്ഞിരിക്കുന്ന ഡെസ്റ്റിനേഷനിലെത്തും. ഞാൻ ഈ ഒരു കാര്യം വീഡിയോയിൽ പറയുന്നു എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മകള് അതിനുവേണ്ടി എനിക്ക് വരച്ചു തന്ന ഒരു ചിത്രമാണിത്. ബുക്കിലും പേപ്പറിലുമൊക്കെ ഇത് വരയ്ക്കുമ്പോൾ അവിടെ ആ ക്രോസ് ബാർ കാണുമ്പോൾ ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഒരിക്കലും അവിടെ പരാതി പറഞ്ഞിരിക്കില്ല. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ചില ക്രോസ് ബാറുകൾ കാണുമ്പോൾ നമ്മളിൽ ഭൂരിപക്ഷം പേരും ഈ കാര്യങ്ങളൊന്നും ഓർക്കാറില്ല. ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വന്നാൽ നമ്മൾ അവിടെ ഒന്നും ചെയ്യാതെ പരാതി പറഞ്ഞുകൊണ്ടിരിക്കും. എൻ്റെ ജീവിതത്തിൽ എന്നും പ്രശ്നങ്ങളാണ്, അല്ലെങ്കിലും ഇതൊക്കെ എനിക്ക് പറഞ്ഞിട്ടുള്ളതാണ്, എൻ്റെ മുന്നിൽ യാതൊരു വഴിയുമില്ല, പരാതികൾ ഇങ്ങനെ നീളും. അതല്ലെങ്കിൽ ഏതെങ്കിലും ആളുകൾ കാരണമാണ് നമുക്ക് ഈ പ്രതിസന്ധി വന്നതെങ്കിൽ അവരെ നമ്മൾ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. അതുമല്ലെങ്കിൽ നമ്മൾ സ്വയം നമ്മളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. ആ വഴി കണ്ടെത്തുന്ന കാര്യത്തിൽ ആ ക്രോസ് ബാറിനെ ഇനി നമുക്ക് മുന്നോട്ട് പോകാനേ പറ്റില്ല എന്നുള്ളൊരു തടസ്സമായിട്ടല്ല നമ്മൾ കണ്ടത്. പകരം നമ്മൾ എടുത്ത വഴി തെറ്റാണ് എന്നുള്ള ഒരു സൂചനയായിട്ടാണ് അതിനെ നമ്മൾ കണ്ടത്. നമ്മൾ അവിടെ നിന്നും തിരിഞ്ഞ് ശരിയായ വഴിയിലൂടെ പോയില്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ആ പറഞ്ഞിരിക്കുന്ന സ്ഥലത്ത് എത്തില്ല, അല്ലേ? അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളും. ഇനി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള തരത്തിലുള്ള ഒരു പ്രതിസന്ധി നമ്മുടെ ജീവിതത്തിൽ വരുന്നുണ്ടെങ്കിൽ അതിനെ തടസ്സമായിട്ടല്ല നമുക്ക് ഈ പ്രപഞ്ചം തരുന്ന ഒരു സൂചനയായി കണക്കാക്കുക. അതായത് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന വഴി ശരിയല്ല, ആ വഴി ഒന്ന് മാറ്റിപ്പിടിക്കൂ, ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നിർണായക തീരുമാനമെടുക്കാൻ സമയമായി എന്നൊക്കെയുള്ള ഒരു ശക്തമായ സൂചനയാണത്. അത് പക്ഷേ നമ്മളിൽ പലരും മനസ്സിലാക്കാറില്ല എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് എന്ത് സംഭവിക്കും? വർഷങ്ങൾ കഴിഞ്ഞാലും പരാതിയും പറഞ്ഞ് നമ്മൾ അവിടെ തന്നെ ഇരിക്കും. ആ പരാതി പറച്ചിലൊക്കെ ഒന്ന് നിർത്തി അതിനെ നമ്മുടെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള ഗതി ഇനി എങ്ങോട്ടാണ് എന്നുള്ള ഒരു സൂചനയായി അംഗീകരിച്ച് അവിടെ നിന്നും ഒന്ന് വഴിമാറി നടക്കാൻ നമ്മൾ തയ്യാറായാൽ അവിടെ നമുക്ക് കാണാൻ പറ്റും തടസ്സത്തിന് പകരം വിശാലമായ ഹൈവേ നമുക്കായി തുറന്നു കിടക്കുന്നത്. അവിടെ ഇരുന്ന് പരാതി പറഞ്ഞുകൊണ്ടിരുന്നാൽ നമുക്കൊരിക്കലും ഇത് കാണാൻ പറ്റില്ല. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എന്ത് തന്നെയായാലും, അത് നമ്മുടെ വ്യക്തി ജീവിതത്തിലെയോ ജോലി സംബന്ധമായോ ബന്ധങ്ങളിലെയോ ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളായാലും അതിനെ ഈ രീതിയിൽ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക. എന്തോ ഒരു തീരുമാനം ഞാനിവിടെ എടുക്കാൻ സമയമായി എന്ന് പ്രപഞ്ചം തരുന്ന ഒരു സൂചനയായി അതിനെ നമ്മൾ കാണുക. നമ്മളായിരിക്കുന്ന സാഹചര്യത്തെ ഒന്ന് കൃത്യമായി വിലയിരുത്തി ഞാൻ എന്താണ് ഇനി ഇവിടെ ചെയ്യേണ്ടത്, എന്ത് തീരുമാനമാണ് ഞാനിവിടെ എടുക്കേണ്ടത് എന്നൊന്ന് സമാധാനപരമായി ഒന്ന് ആലോചിച്ച് നോക്കുക. ആ വലിയ വിശാലമായ വഴി നമ്മുടെ മുന്നിൽ തെളിയുക തന്നെ ചെയ്യും, യാതൊരു സംശയവും ഇല്ല. ഇനി ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളോട് ഈ രീതിയിൽ ഒന്ന് സമീപിച്ചു നോക്കുക. എല്ലാവർക്കും വിജയാശംസകൾ. എല്ലാവരെയും ദൈവസമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.